ഹായ് ഗൈസ്, ഞാൻ നില. ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് യാത്ര പോവുകയാണ്. യാത്രയുടെ വിശേഷം ഞങ്ങൾ ഇനി പോകുന്ന വഴിക്ക് പറയാം. ലെറ്റ്സ് ഗോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാറിൽ നിന്നെടുത്ത വീഡിയോകളാണ് കേട്ടോ. ഇതൊരു കാടാണെന്നാണ് കേട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഈ കാടിനുള്ളൊരു ഭംഗി ഇതിന് കാണുന്നുണ്ട് കേട്ടോ. കുറേ ചെറിയ ചെറിയ വീടുകളും അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചു, ഇവിടെയുള്ള ആൾക്കാരെ മൃഗങ്ങളെ പിടിക്കില്ലേ? ഭംഗിയുള്ള സ്ഥലം നിങ്ങൾക്ക് ബാക്കിൽ കാണാനില്ലേ? ഈ സ്ഥലമാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയാണിത്. ചേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചേട്ടൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരും അടിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇനി നിങ്ങൾ കുറച്ചു നേരം ആ ഭംഗി ഒന്ന് ആസ്വദിക്കുക. ഞാൻ പറഞ്ഞ സ്ഥലത്തി ബാക്കിലോട്ട് നോക്കി, എന്ത് രസാ കാണാൻ. ആർക്കെങ്കിലും ഐഡിയ കിട്ടിയോ സ്ഥലം? ഇല്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണുക. ലാസ്റ്റ് ഞാൻ സ്ഥലം ഏതാന്ന് പറയാം. ഇനി മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സ്ഥലം വേണമെന്ന് ഉടൻ തന്നെ പറഞ്ഞേക്കുക. ഞങ്ങൾ ചെന്നപ്പോൾ ഉച്ചയായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൊട്ടവഞ്ചിയിലൊക്കെ യാത്ര ചെയ്യാം. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാട്ടോ. അപ്പൊ ഞാനും വിചാരിച്ചു കുറച്ച് ഫോട്ടോകൾ എടുക്കാമെന്ന്. അച്ഛൻ എവിടെയാവോ? അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വേഗം ക്യാമറ ചോദിക്കട്ടെ. ചേട്ടനും കൂട്ടുകാരും അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം. ബൈ ദ വേ, ഇവിടെ വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ചെക്ക് പോസ്റ്റിൽ ഒരു എൻട്രി ഫീസ് കൊടുത്താൽ മാത്രമാണ് നമുക്കിവിടെ വരാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു 40 രൂപയാണ് എൻട്രി ഫീസ്. ഈ കൊട്ടവഞ്ചി എടുക്കുന്നതിന് 200 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ ഊഞ്ഞാലിൽ ഒരു കുഞ്ഞു കുട്ടി ഊഞ്ഞാലടം. ചേട്ടനും കൂട്ടുകാരും എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കാൻ പോവാട്ടോ. എന്നാ പിന്നെ ഞാനും കുറച്ചേരം ഇരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ഡാം കാണാൻ വേണ്ടി മുകളിലേക്ക് കയറി. അപ്പൊ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്ഥലം കിട്ടിയോ? അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. തിരിച്ചു പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു അരുവി കണ്ടു. അപ്പൊ ഞങ്ങൾ അവിടെ കാറ് നിർത്തി ഇറങ്ങി. ഇവിടെ ഞാൻ എങ്ങാനും വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ. എന്നാലും നടന്നോക്കാം. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ, ഞാനും ചേട്ടനും. അപ്പോൾ
ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയാം. ഇത് ചിമ്മിനി ഡാമാണ്. തൃശ്ശൂരുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ചിമ്മിനി ഡാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ചിമ്മിനി ഡാം എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ സൈനിങ് ഓഫ് നില. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.